ಸಾರಿ. ಸಾರಿ, ಕತ್ತಲಿಂದ ಏನು ಕಾಣಿಸ್ತಾ ಇಲ್ಲ. ತಪ್ಪಾಯ್ತು. ಆಯ್ತು ಆಯ್ತು. ಜಾಕಿ ಚೇನ್ ಬಂದಿದೆಯಾ? ಇಲ್ಲ, ನಾನು ಒಬ್ಬನೇ ಬಂದಿದ್ದು. ನಾನು ಫಿಲಿಂ ಹೀರೋ ಬಗ್ಗೆ ಕೇಳಿದೆ. ಮೊನ್ನೆ ಟಿಕೆಟ್ ತಗೊಳ್ಳೋಕೆ ಟ್ರೈ ಮಾಡಿದೆ, ಸಿಕ್ಕಿಲ್ಲ. ಏನ್ ಜನ, ಅದಿಷ್ಟ ಇವತ್ತು ಸಿಕ್ಕಿದೆ. ಶುರುವಾಗಿ ಸುಮಾರು ಟೈಮ್ ಆಯ್ತಾ? 5 ನಿಮಿಷ ಆಯ್ತು. ದೇವ್ರೆ, 5 ನಿಮಿಷ ಆಯ್ತಾ? ನೋಡು ಗಿರಿಜೆ, ನೀನ್ ಒಬ್ಳೇನೇ ಕಾರಣ. ನಾನು ಆವಾಗಲೇ ಹೇಳಿದೆ 12 ಗಂಟೆ ಫಿಲಿಂ ಶುರುವಾಗಿ ತಿನ್ನಿದೆ. ಹೀರೋ ಇಂಟ್ರೊಡ್ಯೂಸ್ ಮಾಡಿದ್ಯಾ? ಇದಾದ್ಮೇಲೆ ಹೇಳ್ತೀನಿ. ನಾವು ಬರಕ್ಕೆ ಮುಂಚೆ ಏನ್ ನಡ್ತು? ಯಾಕೆ ಚೇಸ್? You've got to trust me. Will this work? Yes. ഓ പിന്നെ അയാളെന്താ ജാക്കി ചാൻ എങ്ങനെ ബലം പിടിക്കാൻ? ഇനി 1.5 മണിക്കൂർ കൂടി ഇതിനകത്തിരുന്ന് ബോറടിക്കണം. എങ്ങനെയെങ്കിലും 2 മണി കഴിഞ്ഞിട്ടേ മതിയായിരുന്നു. ദേ നമ്മുടെ ജാക്കി ചാൻ. വാടി, ബാക്കി കഥ ചോദിച്ച് വട്ടളക്കാം. ಚೇಸ್ಗೆ ಮುಂಚೆ ಆಕ್ಚುಲಿ ಏನ್ ಕಥೆ ನಡೆದು? ನಿಮ್ಗೆ ಈಗ ಏನು ಬೇಕಾಯ್ತು? ನಂಗೆ ನಾವು ಮಿಸ್ ಮಾಡಿದೆ ಕಥೆ ಬೇಕು. ಕಥೆ ಹೊರಗಡೆ ಹೇಳಿದರೆ ನೋಟಿಸ್ ಸಿಗುತ್ತೆ, ಅದ್ರಲ್ಲಿ ಕಥೆ ಇರುತ್ತೆ. ತಗೊಂಡು ನೋಡಿದ್ರೆ ಕಥೆ ಗೊತ್ತಾಗದು. ಗೊತ್ತಾಯ್ತಾ? പാവം നമ്മളോട് കഥ പറയാൻ അയാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ലടി. ഓ, പൊട്ടൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുക അല്ലേ? പൊട്ടൻ വെടിക്കെട്ടെ കാണാൻ വന്നിരിക്കുക അല്ലേ? പൊട്ടന്നിന് തന്ത കുടി. Yes, sir. 10:45 is the Mumbai flight. I will send the car at 10 o'clock. എന്താ മുകുന്ദ വൈകിയത്? വണ്ടി ലേറ്റ് ആയോ? 3 മണിക്കൂർ. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനൊരു നൂൺഷയ്ക്ക് കയറി. ഞാൻ നീ വന്നിട്ട് പോകാതിരിക്കായിരുന്നു. റഷീദേ, 2 ചായ പറഞ്ഞോ. നീ ഇന്നലെ തന്ന വർക്ക്ഷോപ്പിൽ സൈൻ ചെയ്തിട്ടില്ല. ഇന്നൊരു ബില്ലും കൂടി ഉണ്ടാവും. പോണ വഴി വർക്ക്ഷോപ്പിലൊന്ന് കയറണം. പിന്നെ റേഡിയേറ്റർ ലീക്ക് ആവണുണ്ടോ എന്നൊരു സംശയം. ഓടാൻ വയ്യാത്ത പോലെ പ്രശ്നം? ചില്ലറ പ്രശ്നം. നിന്റെ റൂംമേറ്റ് വേലിക്കുട്ടി വന്നൊരു 200 രൂപ വാങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ അത്യാവശ്യം പറഞ്ഞു. പോകുന്ന പോക്ക് കണ്ടിട്ട് ആശുപത്രിയിലേക്കാണെന്ന് തോന്നുന്നില്ല. കക്ഷി ആളെങ്ങനെയാ? സ്മോളിന്റെ ആളാ? സ്മോളിന്റെ അല്ല, ലാർജിന്റെയാ. പക്ഷെ ആൾ അഭിമാനിയാ. കയ്യിന്ന് കാശ് മുടക്കി കുടിക്കൂല. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ സുലൈമാൻ ആയിരുന്നു കൂടെ. ഇങ്ങേരുടെ ഓസിലുള്ള വെള്ളമടി സഹിക്കാണ്ട് അങ്ങേര് വേറെ റൂമെടുത്ത് മാറി. ഞാൻ ഈ കഥയൊന്നും അറിയാതെയല്ലേ ചെന്ന് ചാടി കൊടുത്ത്. നാട്ടിൽ എന്റെ വീടിന്റെ അടുത്താ പുള്ളിക്കാരന്റെ ഭാര്യയുടെ വീട്. ഒരു സാധു സ്ത്രീയാ. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഓടിയെത്താൻ അവരെ ഉണ്ടോ? അതോർത്ത ഞാൻ ഇയാളെ സഹിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ ഇത്തിക്കണ്ണി കയറി പിടിച്ചിരിക്കുന്നത്. തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്നാ വാങ്ങിച്ചത്? ഏവണിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പാൻ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റ് പിടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ ഷർട്ടൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ 2 പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിൽ നിന്ന് 2 പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, 6 പൊറോട്ടയും കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടാ. പയ്യെങ്കിൽ പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടാ. ഓടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തടാ. ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴിക്കണേ. കാലം നിന്റെ അപ്പ്. പോയോ? മുന്തട്ടാ, മുന്തട്ടാ. ആരാ?
ഞാനാ റഷീദ്. എന്തടാ ഈ നേരത്ത്? ഹൈവേയിലെ ചാമുണ്ടി ഹിലിനപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോണം. ഈ വെളുപ്പം കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരില്ലേ? ഇല്ല, എല്ലാരും ഓട്ടം പൊരിക്കുക. നീ പൊക്കോ. ಒಂದೇ ಕಾರ್ ಬಂದಿದೆಯಲ್ಲ? ನಾನು ನಯ ಟ್ರಾವೆಲ್ಸಿಂದ ಬರ್ತಾ ಇದ್ದೀನಿ. ನೀವು ಗಾಡಿ ಕಳಿದ್ರಾ? ಹೌದು, ಒಂದು ಟೆಂಪೋ ಟ್ರಾವೆಲರ್ಗೆ ಹೇಳಿದ್ವಿ. ನಾಯರ್ 3 ಕಾರ್ ಕಳಿಸ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರು. ಅದು ನೀವ? ಇನ್ನು 2 ಗಾಡಿ ಟ್ರಿಪ್ ಹೋಗಿದೆ, ಬರ್ದಕ್ಕೆ ಲೇಟ್ ಆಗಿದೆ. ಆಗ ರಾಂಬಾ ಜೊತೆ ಹುಡುಗಿರ್ನ ಈ ಗಾಡಿನಲ್ಲಿ ಕಳಿಸೋಣ. ಆಯ್ತು. ಏನು, ಬನ್ನಿ ಬನ್ನಿ. ಏಯ್ ಬನ್ನಿ ಬನ್ನಿ, ಗಾಡಿ ಬಂದಾಯ್ತು. ಏಯ್ ರಾಂಬಾಯ್, ಕರ್ಕೊಂಡೋಗಿ. ಏಯ್ ಈ ಗಾಡಿ ಬಂದೈತೆ ಎದ್ದೇಳಿ, ಜಲ್ದಿ ಬನ್ನಿ 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 ಬನ್ನಿ, ಜಲ್ದಿ ಬನ್ನಿ. എടി, നമ്മുടെ ജാക്കി ചാൻ. ഏത് ജാക്കി ചാൻ? അന്ന് തിയേറ്ററിൽ വെച്ച് കണ്ടില്ലേ? ഓ, അന്ന് കണ്ടപ്പോ ഡ്രൈവറാണെന്ന് തോന്നിയതേ ഇല്ല. ഏതോ പരസ്യ മോഡലെന്ന് കരുതിയ. ಏಯ್ ಬೇಗ ಹೋಗಿ ಆ ಗಾಡಿ ಕಳಿಸು. ಕಳಿಸ್ತೀನಿ. ಗಾಡಿ ನಿಂದೇನಾ ಅಲ್ಲ ನೀವು ಬಾಡ್ಗೆಕ್ಕೆ ಓಡಿಸ್ತೀರಾ? ಯಾಕೆ, ನಿಮ್ಗೆ ಗಾಡಿ ಬೇಕಾಯ್ತಾ? ಬೇಡ ಬೇಡ, ನಮ್ಗೆ ಬೇಡ സ്വാമി. എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ? പിന്നെ നമ്മുടെ ബാലയിൽ ചേരണമെന്ന് ചോദിച്ചേടി. രാത്രിയിൽ പ്രോഗ്രാമിനും പോവാം, പകല് ഡ്രൈവും ചെയ്യാം. ശരിയാ, മാഷ് പറയണ കേട്ടു അടുത്ത വർഷം രാമായണം കഥയെ ബാലയാക്കാൻ പോണേന്ന്. അതില് ഹനുമാന്റെ വേഷത്തിന് ചേരും. ಅದೇ ಛಾಯ. ಏಕೆ ನಗ್ತಾ ಇದೆ? ಅದು ನನ್ನೆ ವೀಕ್ಲಿನಲ್ಲಿ ಓದಿದ ತಮಾಷೆ ಬಗ್ಗೆ ನಗುತ್ತಾ ಇದೆ. ಇಲ್ಲಿ ಸ್ಟಾಪ್ ಮಾಡಿ, ಇದೇ ನಂದು ಜಾಗ. ಮನೆ ಬಂತು. ಹೌದಾ? 5 ಗಂಟೆ ಆಗೋಯ್ತು ಕಣ. ಹೋಯ್ತಲ್ಲಪ್ಪ, ನಾಳೆ ನೋಡುವ. ಸರಿ ಸರಿ, ನಾಳೆ ಅಲ್ಲಿ ಮೀಟ್. ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം ചോദിച്ചില്ല കേട്ടോ. ಇನ್ನು ಎಷ್ಟು ದೂರ ಇದೆ ನಿನ್ ಮನೆಗೆ? 10 ಕಿಲೋಮೀಟರ್ ಇದೆ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಇಲ್ಲಿ ನಿಲ್ಸು. ಹುಡುಗಿ, ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാ. പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണ്ട, പൊക്കോളൂ. മലയാളിയാ? അല്ല, പഞ്ചാബ്. സോറി. അയ്യോ, ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനാ ബാല കളിക്കാൻ പോകുന്നത്? വട്ടായിരിക്കും. ചിലപ്പോ കലയോടുള്ള ക്രൈസ് ആയിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങി. ഇന്ന് അയച്ചി. ഏത് തരാനാ വെളുപ്പിനെ ഇറങ്ങിയത്? എപ്പോഴായാലും തരേണ്ടതല്ലേ, കയ്യിലിരുന്ന ചെലവായി പോ. എന്തേ? അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഞാനോ? ഞാൻ എന്റെ താക്കോലോട് പൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തൊക്കെ എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി.
അകത്തുനിന്നും പുറത്തുനിന്നും അല്ല ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഉറച്ചടി വിളിച്ചു കള്ള കഥ ചോദ്യമൊന്നുമില്ല. ആ അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? ഇല്ല. അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇരിക്ക്. ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളക്കും? അല്ല നോക്കൂ ഒരു കാര്യം പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞുതരാ. അയ്യോ ആരത്? എന്റെ ഷർട്ട്. അതേ കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല, അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ആരാ ഇത്? ഇത് സരോജിനി. സരു ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. ആ മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തികെട്ടവൻ. മോനെ മോന്ത എനിക്കൊരു കയ്യബദ്ധം പറ്റി, ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും. ക്ഷമിക്കല്ല, തൊഴിക്ക വേണ്ടത്. അതെന്താ ഏ? ആ അണ്ടർവെയർ എന്താ ഇന്നോ മോനെ? നീ എത്ര വേണം തൊഴിച്ചു, അത് കൊള്ളാൻ ഞാൻ തീരാം, പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. വിടോ. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളുമില്ലേ? എന്നിട്ട് തന്റെ എല്ലാ തോന്നിയവസരങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തെയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ಏನ್ ಗೋಪಾಲ ನೀನ್ ಎಲ್ಲಿದೀಯಾ? ನಾನು ಎಲ್ಲಿ ಹೋಗ್ಲಿ, ಇಲ್ಲಿನೇ ಇದ್ದೆಲ್ಲ, ನೀನೇ ಕಾಣಲಿಲ್ಲ. സാറിന് ഭാഗ്യമുണ്ട്. അല്ല കേട്ടായില്ലോ, കുറുകെ മഞ്ഞളൈസ് നീരലു, കുറുകെ മഞ്ഞളെള്ളം വീണാൽ വെച്ചടി വെച്ചടിയോ. അല്ല ഉയർച്ചേ, നമുക്കിവിടെ കൂടാല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലേ, നഗരത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെയാ, കണ്ണായ ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂറും കോർപ്പറേഷൻ വാട്ടർ കിട്ടും. ഇതാ കണ്ടോ. ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത്? ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം. എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടീസ് താമസിക്കുന്ന ഒരു ഏരിയ ഇത്. ആണോ? ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണോ പോയത്? വലർക്ക്. നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ അല്ല, ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ. അല്ലേ? ആര് പറഞ്ഞു സൗകര്യമില്ലെന്ന്? ഇതൊരു ആശുപത്രിയാക്കാലോ. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇതിനെന്ത് വാടക വരും? പേര് ചെയ്യും 400 രൂപയുള്ളൂ. 400 രൂപയാ? സാറിങ്ങി വന്നേ, ഒന്നും പറയണ്ട, നമുക്ക് ഹൗസ് ഓണർ കണ്ട് ശരിയാക്കാം. ആദ്യം ഞാൻ പറഞ്ഞ കാശ് താനേ, അത് കണ്ട് തക്കാളി തരാം. ഇതെന്താ രാവിലെ കളിക്കുക? താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? താൻ തക്കാളി ഇങ്ങോട്ട് താ. താനൊരു മലയാളിയിലെന്ന് കരുതിട്ടാ ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്. ഈ മലയാളികളെ മുഴുവൻ കള്ളന്മാരാ. നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത്. ചാടിക്കളിച്ചാ താൻ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണെങ്കിൽ മര്യാദ. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഉറക്കളച്ച് നാട് നീളെ ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശായതേ. ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. പിന്നെ നിന്നെ പറ്റിച്ചിട്ട് വേണ്ട എനിക്ക് കോടീശ്വരനാവാൻ. ഒന്ന് വെറുതെ. എന്താ ഹേമേ പ്രശ്നം? എന്റെ പൊന്നു ഗൗരി, ഇന്നലെ നിന്റെ അനിയത്തി എന്റെ കയ്യിൽ നിന്ന് 1 കിലോ ഉള്ളി വാങ്ങി. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 1 രൂപ കൂടുതൽ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ അംഗം വിട്ടു. അതെടോ, അംഗം വെട്ടും. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 50 പൈസ കൂടുതൽ വാങ്ങിച്ചോട്ടെ ചേച്ചി. ഇത് 1 രൂപയെ എന്ന് വെച്ചാൽ രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ? എടി കൊച്ചേ, നീ ആ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു നോക്കിയേ, ഉള്ളിക്ക് ഇന്നലെ എന്തായിരുന്നു വിലയെന്ന്? അന്വേഷിച്ചിട്ട് തന്നെ പറയണത്. ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പോരെങ്കിൽ വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ 14 രൂപന്ന്. അത് ശരി. അപ്പൊ പത്രം നോക്കിയിട്ടാ കച്ചറ ഉണ്ടാക്കുന്നേ. ചുമ്മാ കളിക്കാതെ കാശിങ് താവച്ചേ. ആ കാശെടുത്ത് സാധനം കൊടുത്ത് സ്ഥലം വിടറോ. പൈസ. അയ്യോ, അത് ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ. വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം. പിന്നെ
ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു എന്ന് പറഞ്ഞില്ലേ, അത് BBC ആണോ ടെലിന്യൂസ് ആണോ? ഈ ഏരിയയിലുള്ള ഞങ്ങൾ മലയാളീസ് കുറച്ച് പാവപ്പെട്ടവരാ. ഇവിടെ വിലപേശലും ലഹളയൊക്കെ ഉണ്ടാവും. എന്നാ പൈസ കൈ താഴ്ത്തിക്കോളൂ. ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. പോളിച്ചല്ലേ നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ. Yes, come in. ഗുഡ് മോർണിംഗ് സാർ. Yes, morning. ഞാൻ നായസ് ട്രാവൽസിൽ നിന്നാ. Yes, what do you want? അല്ല, സൂട്ട് നമ്പർ 6 സാർ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? നായസ് റെന്റ് കാർ സർവീസിലേക്ക് സാർ വിളിച്ച് പറഞ്ഞില്ലേ സാറിന് എവിടെ പോണം, കാർ വേണമെന്നൊക്കെ? പറഞ്ഞോ? ആണോ? എന്നിട്ട്? അല്ല, കാറ് വന്നിട്ടുണ്ട്. സാറിന് എവിടെ പോണ്ടെന്ന് വെച്ചാ പറഞ്ഞ. അല്ല, എവിടെ പോവാനാ ഞാൻ കാറ് പറഞ്ഞു? ഓ, യാ വാ പോവാ. അല്ല, സാറ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചേഞ്ച് ചെയ്യാല്ലേ? ജസ്റ്റ് മിനിറ്റ്. എങ്ങോട്ടാ സാർ പോണ്ടത്? അത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കന്റോൺമെന്റ് ഏരിയയാണ് സാർ. അവിടെ ചെക്കിങ്ങും ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓ, ഐ സി. എങ്കിൽ ലെഫ്റ്റ്. നോക്ക്, ഞാൻ പണം കേൾപ്പില്ല. കഴിക്ക്. വേണ്ട ചേട്ടാ, ഞാൻ രണ്ടു മൂന്നെണ്ണം കഴിച്ചില്ലേ. കഴിക്ക് പാടാ. വേണ്ട 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 ചേട്ടാ. അങ്ങോട്ട് നോക്കണ്ട. എന്തിയാ നാളെ നിന്നോട് എന്താ ചേട്ടാ? അതെ, നാണയമൊന്നുമില്ല ചേട്ടാ. പൈസ കടം ചോദിക്കണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി. നീ കഴി. എന്താ സാർ? നല്ല ദാഹം. ഒരു ബിയറിന് കമ്പനി വിടണോ? വേണ്ട സാർ, ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല. ആ, നല്ലതാ. എന്നാ വണ്ടി അധികം എടുത്തോളൂ. ಭಾರತ ನಿಲ್ಸಿದಾನೆ. ನನ್ ತೆಗ್ದು ದುಡ್ಡು ನೀನೇ ಕೊಡ್ಬೇಕು. ಆಯ್ತು ನಡಿ, ನಾವು ಜಲ್ದಿ ಬರ್ತೀವಿ. ಹೌದು ಹೌದು. ಇರಪ್ಪ, ನಾನು ಬರ್ತೀನಿ. ഡേഡി, നമ്മുടെ ജാക്കിച്ചനല്ലേ? അയ്യോ, വാ. എന്താ ഇവിടെ? അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിയകത്ത് പെട്രോൾ അടിക്കാൻ പോയിരിക്കുക. ഞങ്ങള് പ്രോഗ്രാമിന് പോവാ. അപ്പൊ ആണുങ്ങള് ദാഹശമനത്തിനായിട്ട് അല്ലേ? ആ, ഞങ്ങള് കുറച്ച് പെൺകുട്ടികൾ കൂടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. നേരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഗുണദോഷിച്ചൂടെ? അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ല, അകത്തേക്ക് പോയിരിക്കുന്ന ആരൊക്കെയാ? ദുഷ്യന്തൻ, വിശ്വാമിത്രൻ, കണ്ണൻ, ദുർവാസാവ്? ഇല്ലില്ല, ദുഷ്യന്തൻ ആ ശീലമൊന്നുമില്ല. മൂപ്പര് വണ്ടിയിലുണ്ട്. ഈ കണ്ണുവിന് എങ്ങനെ? നല്ല കീറ? നല്ല വെള്ള. ദേ അവര് വന്നു. ശരി ശരി. ആയിക്കോട്ടെ. രാവിലത്തെ കാശ്. അത് ഞാൻ പറഞ്ഞില്ലേ, വിലയുടെ കൺഫ്യൂഷൻ തീരുമ്പോ ഞാനത് കച്ചവടക്കാരൻ്റെ വാങ്ങിച്ചോളാം. അത് പറ്റില്ല. ചെറുതായാലും ഒരു കടബാധ്യത, അതൊരു ടെൻഷനാ. സ്റ്റേജിൽ കയറുമ്പോ കോൺസെൻട്രേഷൻ കിട്ടില്ല. എന്നങ്ങ് തന്നേക്ക്. ഇനി ഞാൻ കാരണം കോൺസെൻട്രേഷൻ പോണ്ട. ഞാൻ പോട്ടെ. പിന്നെ വണ്ടി രാത്രിയിൽ പണി മുടക്കോ? നമ്മുടെ കാർ എപ്പോഴും റെഡിയാ.
ಮುಗುಂದ ಮನೆ ಇಲ್ಲಿ ಅಲ್ಲಿ ಕಾಣುತ್ತಲ್ಲ ಅದೇ ಮನೆ ಹೋಗಿ. എന്തായി മോനെ, ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ? എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കൂടി ഇവിടെ വരച്ച് ഇരുമെയ്യും ഒറ്റ കല്ലായിട്ട് നമുക്ക് ഇവിടെ കഴിയാം. എന്തായി കരള തനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോടോ? കുടിച്ചു കുടിച്ച് തന്നെല്ലാം നശിപ്പിച്ചില്ലേ? ഇപ്പൊ ഇവിടെ ആർക്ക് ഐസ്ക്രീം കൊടുക്കാൻ എത്താൻ വന്ന്? മറക്കട മോനെ. മറക്കടാന്നോ കൊരങ്ങാന്നോ എന്നെ? മറക്ക് എടാ മോനെ. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നറിയോ? ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ്. ഉണക്കമുന്തിരി മണ്ടിപ്പരിപ്പും കൊണ്ടിടക്കാൻ താനാരോ കാബൂളി വാലേ? കാബൂളി വാല നിന്റെ അച്ഛൻ. തന്റെ തോന്നിയ ദിവസങ്ങളൊക്കെ ഞാൻ ഭാര്യക്കരുത് കേട്ടോ. അങ്ങനെയാണെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കും. നിന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാൻ പറയും. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു? ഞാൻ കണ്ടടാ രണ്ടെണ്ണം മെഴുമെഴാന്ന് ഇവിടുന്ന് ഓടി പോകുന്നത്. പോക്കരത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് കാണിക്കല്ലേ? ഇവിടുന്ന് ഇറങ്ങിപ്പോയ രണ്ട് പെമ്പിള്ളേർ ആരാന്നറിയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകില്ല. അതെന്റെ കടമയാ. ഞാൻ പോരാ. വെറുതെ ഇരിക്കണോ? ഇപ്പൊ താനാണ് കള്ളൻ. കള്ള കള്ള ജൽദി ബന്നി. റോഡ് സിക്കിനെ ജൽദി ബന്നി. കള്ള കുടിച്ചടിച്ചോ. എന്നെ കള്ളനാക്കി എന്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് അവനങ്ങനെ സുഖിക്കണ്ട. അല്ല, നിങ്ങൾ ആ മൂന്നിന്റെ കോളനി താമസിക്കുന്ന കുട്ടിയല്ലേ? അതെ. അല്ല, എങ്ങനെയുണ്ട് മൂന്നിന്? മുകുന്ദേട്ടൻ എന്ത് പറ്റി? അല്ല, അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? അവൻ കുടിച്ചു കുടിച്ച് കരള് വാടി ആശുപത്രിയിലാ. 2 ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല ഡോക്ടർമാര് പറയും. കരള് കംപ്ലീറ്റ് പോയി. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടാ. മുകുന്ദേട്ടൻ ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആശുപത്രിയിലാക്കിയത്. ഞാൻ ഈ ബാൻഡേജ് ഇടാൻ പോയത് കൊണ്ട് വിവരം അറിയാൻ പറ്റും. നിങ്ങളെ ഞാൻ എവിടെയോ മുകുന്ദേട്ടന്റെ വീടിന്റെ പിന്നിൽ വെച്ച് കള്ളന്ന് പറഞ്ഞ. അതെ, അവന്റെ സ്വഭാവം നന്നാക്കാൻ നോക്കിയതിന് ഇതുപോലെ ഒരുപാട് വലിയ ദോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻ ആദ്യം എന്റെ മുറിയിലാ താമസിച്ചിരുന്നത്. അനിയന്റെ പ്രായക്കാരൻ ചെറുക്കനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോ ഞാൻ 4 ചീത്ത പറഞ്ഞു. അല്ല, അതിനൊക്കെ പിണങ്ങി പോവാന്ന് പറഞ്ഞ. പിന്നെ തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് എന്നെ കയ്യെത്തി. അതാണ് പറഞ്ഞത്, ഇക്കാലത്ത് നല്ല കാര്യം ചെയ്യരുത്. ഏത് ആശുപത്രിയില? ആശുപത്രി മല്ലയ്യ ഹോസ്പിറ്റൽ. ಎಕ್ಸ್ಕ್ಯೂಸ್ ಮೀ. ಪೇಷಂಟ್ ಹೇಳುವಾಗ ದಾಹ ಇರುತ್ತೆ, ಕುಡಿಯೋದಕ್ಕೆ ಜ್ಯೂಸ್ ಏನಾದರೂ ತಗೊಂಡು ಬನ್ನಿ. എന്താ ഇവിടെ? ഭേദായോ? ഇല്ല. എന്നിട്ടാണോ ഈ ഇറങ്ങി നടക്കുന്നത്? ബോധം വരുമ്പോ കുടിക്കാൻ തണുത്ത എന്തെങ്കിലും വാങ്ങി വെക്കാൻ നഴ്സ് പറഞ്ഞു, അതിന് പോവാ. ഈശ്വര, അപ്പൊ ബോധമില്ലാണ്ട് അങ്ങനെ ഇറങ്ങി നടക്കണേ? ബോധമില്ലാണ്ടോ? കുറച്ചു ദിവസത്തെ പരിചയം വെച്ച് ചോദിക്കാമോന്നറിയില്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇങ്ങനെ കുടിക്കുന്നത്, കുടിച്ച് നശിക്കുന്നത്? തനിക്കെന്താ പ്രശ്നം? താൻ ആര് കുടിച്ച് നശിക്കുന്ന കാര്യം പറയണേ? ആര് കുടിച്ച് നശിക്കണേന്നോ? ഇവിടെ ആരെയപ്പ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? എന്നെയാ?
ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്റെ കസ്റ്റമറെ. അയാൾ കുടിച്ച് നശിക്കുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ബോധം വീഴുമ്പോ കുട്ടിക്ക് വേണ്ടി ഞാൻ അയാളോട് വിശദമായിട്ട് ചോദിക്കാം എന്തിനാ കുടിച്ച് നശിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങളല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങളുടെ ആ പഴയ റൂംമേറ്റ്. ആരെ? വേലൂട്ടിയാ? എന്റെ ഈശ്വര, പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെ അയാൾ ഒരു പൊതുസത്യം പറഞ്ഞു. മദ്യത്തിലും മദിരാക്ഷിയിലും കമ്പം കയറിയ പിന്നെ രക്ഷയില്ലെന്ന്. വൃത്തിയട്ടവൻ. അയാൾ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ. ഒരു കോപ്പി വാങ്ങിക്കായിരുന്നു. ചേച്ചി ഫോട്ടോത്തിൽ ഞാനും പെട്ടിട്ടുണ്ടാവോ? ഇവിടെ കഴുത വെള്ളത്തിൽ കുത്തി മറിയുമ്പോ എങ്ങനത്തെ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈശ്വരൻ അറിയാം. തനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടുംകട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയാ. വിനായക, നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. സ്വാമി, ഇങ്ങനെ ഉരച്ചെടുക്കണ സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനേ. നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതിയതാ പിയൂന്റെ ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. നീ വന്നേ. എന്തിന്? തലവനിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. എത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ ഫാഷൻ പരോടൊന്നുമില്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് പോയല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്കും കൊടുത്താൽ മതി. അയ്യോ എന്താ അവിടെ? അയ്യോ താനാരാ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന. ചാർജ് എടുക്കാൻ വന്ന പിശാച? അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ല, സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരിയോ? ഓ, അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ. അയ്യോ, ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ, ഇപ്പൊ കൂടുതലായി. വേണ്ട, ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി. മുന്തിരിയാ? അതെ, വജ്രലക്ഷ്മിക്ക് സാർ ഇട്ടിരിക്കുന്ന പേരാ. ഹലോ. ഞാൻ തുടച്ചു തരാം. അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നും ഇല്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്ത ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെയാ. അതെ, ഞാൻ സാറിന്റെ അനി ശശി. ആ പോയത് സാറിന്റെ പെങ്ങളും. അവരെന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവര് നിന്റെ പെങ്ങള്. നീ പോയി ചായ മേടിച്ചിട്ടോടാ. സ്പെഷ്യൽ ചായ ഞാൻ മാറ്റോണ്ടോ കേട്ടാ. മോനെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോടാ. അല്ല, സാറ് മുകുന്ദ സാറിനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെ എങ്ങനെ? എന്താ പുതിയില്? ചായക്കുള്ള ഫ്ലാസ്ക്. ആദ്യം നീ അതിന്റെ ഉടുപ്പുണ്ടായിട്ടേ. ഈ നാട്ടുകാർക്ക് അറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദനോട് ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മുഴുവൻ കാണട്ടെ. ഓടാ പ്യൂണ. മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക്. എടാ മോനെ ശശി, ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ. നമ്മളെ അല്ല, സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ.
നിയമവും കണക്കും ഒന്നും നോക്കാതെ കള്ളപ്പേരിൽ ലോൺ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഹെഡ് ഓഫീസിൽ നിന്ന് ആള് വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്, നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോലെയല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശയും നല്ലപോലെ മൊരിയണമെന്ന് പറഞ്ഞേക്കെ. ചായ പിടിച്ചിട്ടോടാ, ചെല്ലടാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, പേടിക്കാനൊന്നും ഇല്ലെന്ന്. മുറി ഇഷ്ടായാ? ഞാനിവിടെ ആദ്യം എരുമേനെ കെട്ടിരുന്ന സ്ഥല. അല്ല അന്തോണി സാറെന്താ ഈ വേഷത്തില്? അതിപ്പോ ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്നാ നടുക്കണ്ടം തിന്നണെന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? തമാശ സ്റ്റോപ്പൊക്കെ കള്ളൻ. നാട് ഓടുമ്പോ നടുവേ ഓടണമെന്നൊരു പഴഞ്ചൊല്ലില്ലേ? അല്ലെങ്കിൽ സാറ് ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറേ? എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിൽക്കോ? അതില്ല, ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ಸಾറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? ಅಲ್ಲ പിന്നീട് വരെ ಅವಸರ കിട്ടിയില്ലെങ്കിൽ ಇವನ್ ಎಲ್ಲಿಗೆ ಹೋಗಿದ್ದಾನೆ? ಹೇಳಿದ ಕೆಲಸ ಮಾಡ್ಲೇ ಇಲ್ಲ, ಸೋಂಬೇರಿ. ಇವತ್ತು ಊಟ ಕೊಡಲ್ಲ ನಾನು. തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യ പേടിച്ചിട്ടാ. ബാങ്കിൽ ക്രിസ്ത്യാനി, ഭാര്യ വീട്ടിലെ ഹിന്ദു. എന്താ പറഞ്ഞേ? അല്ല, സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. ಇಲ್ಲ ಇದೆಯಾ? ಊಟದಕ್ಕೆ 5 ಕೆಜಿ, ಬೇಳೆ ಅರ್ಧ ಕೆಜಿ, ಸಕ್ಕರೆ 2 ಕೆಜಿ, ಟೊಮೆಟೊ ಹಣ್ಣು ಅರ್ಧ ಕೆಜಿ, ನುಗ್ಗೆಕಾಯಿ 2, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಮೆಣಸಿನಕಾಯಿ, ಬೆಂಡೆಕಾಯಿ, ಆಲೂಗೆಡ್ಡೆ, ಈರುಳ್ಳಿ. ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ. നീലവ്വ. ആ, ഇതെന്റെ ഭാര്യ നീലവ്വ. ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തരാ. നീലവ്വ, മുന്തിരി. ಅವಳು ಯಾರು? അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്. അവിടെ 1.5 വയസ്സായിട്ട് ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മാത്രല്ല, നിന്റെ അമ്മയുടെ പേര് മുന്തിരി. നീലവ്വ, ഇത് ആരാണെന്നറിയോ? എന്റെ മോൻ. ನಿನ್ ಮಗನ? ആ, എന്റെ പുന്നാരെ മോൻ. ದೇವ್ರೆ, ಶರಣಪ್ಪ ಹೇಳಿದ್ ನಿಜಾನಾ? ನಿನಗ್ ಬೇರೆ ಮಗನ? ഓ, നീലവ്വേ മോനല്ല, മോനെ പോലെ. ബാങ്കിൽ പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ. ആൾ ഇന്ന് ഇവിടെ തന്നെ താമസം. നീ ഹോഗി മൂരുട്ടി തകമ്പാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി. അപ്പൊ നിനക്ക് ചായ വേണ്ടേ? ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ. മുന്തിരി കരിന്തിരി എന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിട് ഞാൻ അടിച്ചു മൂളിക്കും. പറഞ്ഞേക്കാം. ഓത്തായി രാമ. ഇതാണ് സർ ശ്രാവണഗിരി ചന്ത. എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാര് ഇവിടെ എത്തും. ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയൊന്നാവും സാർ ആലോചിക്കുന്നത്. ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അത് കഴിഞ്ഞാൽ സ്ഥലം കാലി. കേട്ടോ സാറേ? അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും. സാർ ഇവിടെ ഒന്ന് ചുറ്റി അടിക്കാം. അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കോളാം. അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഒന്ന് പോ സാറേ. വള ಎಷ್ಟು? ಅದು 2 ರೂಪಾಯಿ. ചേച്ചി എനിക്ക് പൊട്ട് വേണം. ഇത് ಎಷ್ಟು? 5 ರೂಪಾಯಿ. 5? ಹಾ ಹೌದು. പിന്നെ വാങ്ങിച്ചരാം. ചേച്ചി എനിക്ക് പട്ടം വേണം. പട്ടം തലക്കൊരു പൊട്ടുന്നുണ്ടല്ലോ. ಬಾಬು ಮಾಲೀಸ್. ആലീസോ? ಮಾಲೀಸ್ ಸ್ವಾಮಿ ಮಾಡ್ಬೇಕಾ? വേടാ, എന്നെ തിരുമ്പോ ഞാൻ ഇല്ലാണ്ടാവും. ಎಲ್ಲಿಂದ ಬಂದಿ ನೀವು? ಎಷ್ಟು? 10 ರೂಪಾಯಿ. 10 ರೂಪಾಯಿ?
പരശു ചേച്ചി ഓടോകളിൽ വായിച്ചത് ആ ഫോട്ടോ പിടിച്ചാണോ തോന്നുന്നു. ആണോ? എന്നിട്ട് എവിടെ? എന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോയി. എന്നാ എങ്ങനെ പോയത് നോക്ക്. അന്ന് ഫോട്ടോ പിടിച്ചാൽ തന്നെ അതേ ശബ്ദം. കറക്കടാ കറക്കടാ ആഞ്ഞ് കറക്കടാ. വേണ്ട സാർ, കറങ്ങണില്ലെങ്കിൽ കറങ്ങണ്ട. എനിക്ക് കാറ്റ് കൊള്ളണമെന്ന് തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റ് കൊണ്ടോളാം. വേണ്ട, എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും. സാറിന്റെ കാറ്റ് പോകുന്നവരെ തോന്നിയ ദിവസം പറയാതെ ഫാൻ കറക്കടാ. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊലിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവതായി പോയി. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്, ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ. ഇനി കുറച്ചേരെ സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങല്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ, സാറിനൊരു രക്ഷയുണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പേപ്പർ രജിസ്റ്റർ ആയിട്ട് വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ എന്ന് ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. പോവാൻ വരട്ടെ. അയ്യോ, 50ന്റെ നോട്ടാണല്ലോ, ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ള അല്ല. അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ അയ്യോ സാർ, മുന്തിരി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? സാർ ഇംഗ്ലീഷിലാ. അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു. സാറിന് ജീവൻ വന്നു. എന്താ സാർ കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. വീണ്ടും പോയി. സാർ, ശശി ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടർമാരൊക്കെ വേണം, ഒരു ഡോക്ടർ പോരെ? മതിയിടോ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ഡോക്ടർ അല്ല സാർ. ಸರಿಯಾಗಿ ಹಿಡ್ಕೊಳ್ಬೇಕು. ഡോക്ടറെ, ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ. എന്താ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? അതാവാൻ വഴിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കിടക്കാനെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാൽ മതി, എല്ലാം ശരിയാവും. വാ, അല്ലെങ്കിൽ തന്നെ അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തി വെക്കുന്ന. ആണോ? എന്നാ സൈക്കിളിൽ കറിക്കോ. ഇതിലോ? ആ, നടന്നു പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പോകും. പെട്ടെന്ന് കറിയോ? ആ, പതുക്കെ. എന്തൊരു വെയിറ്റപ്പാ, മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല, എനിക്ക് ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ? സാർ, ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സാവാച്ച എനിക്കൊന്നും അറിയേയില്ല. മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ. നീ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരമുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് കൊള്ളിക്കാടാ, ഞാൻ നിന്നെ കാറ്റ് കൊള്ളിക്കാം. സാർ, ഞാൻ അനാവശ്യം പറയരുത് കേട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്. നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? നീ എവിടേക്ക് അങ്ങോട്ട് നോക്കണേ? ഇവിടെ നോക്കണേ, പെൺകൊണ്ടാ. മുന്തിരി, നീ ബേജാറാകപ്പെടാ. ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഡോക്ടർ വന്നു. എന്താണ് ഇയാൾക്ക് തലവർക്ക് മാറിയപ്പോ ഭ്രാന്തായോ? സാർ, ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു.
ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിൽ പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നവൻ ഇങ്ങനെ 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 ചവിട്ടി കൂട്ടോ. തിമ്മയ്യന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത്. അത് സത്യ. അയാൾ വന്നാല് കുറച്ച് പ്രശ്നം തന്നെ. തിമ്മയ്യന് അയാളാരാ? അയാൾക്ക് എന്റെ ബാങ്കുമായിട്ട് ബന്ധം? സാർ അന്ന് പറഞ്ഞ തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ, അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതല്ല. പിന്നെ സാറേ, ഇവിടത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടാരിക്കും ഒക്കെ 2000-വും 3000-വും വെച്ച് തിമ്മയ്യന്റെ കടം വാങ്ങി. അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്ര പേപ്പറിൽ വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെക്കും. അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് അയാൾ കടം കൊടുത്തിരിക്കുക. അപ്പൊ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ? മാനേജർ കൊടുക്കില്ലല്ലോ. എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ, അതും തിമ്മയ്യന്റെ ചിങ്കിടികൾക്ക് മാത്രം. അല്ല ഇതെന്താ കളിമണ്ണെ ചവിട്ടി കുഴക്കാണോ? എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്ക് വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖം അല്ലേ സാറേ? എനിക്ക് കേട്ട് പരിചയമില്ല. കുഴപ്പമില്ല സാറിന് ഇനി സമയമുണ്ടല്ലോ. അല്ല ബാ, ആ കള്ളക്കാള വരുന്നതിന് മുമ്പേ മോള് കയറി കിടന്നോ. ആ തലോണി എടുത്തു വെച്ചോ. എന്ത് തോന്നിയ സാറേ കാണിക്കണേ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്നെ നശിപ്പിക്കാൻ വന്ന ഒരുത്തനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. അതെന്ത് വർത്താനമാണ് സാറേ? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറിത്തരാം. പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണ വരെ. സ്ഥലോ? നിന്നെ ഈ ഏരിയയിൽ കണ്ടാ നിന്റെ മുട്ടുകാരി ഞാൻ തന്നെ വിളിക്കും. ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ? ശ്രാവണഗിരി സാറിന് തീരെ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. സാർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കും. എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാണ് വടി വരുമ്പോ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കണേ? ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി പ്രൗജി എന്ന് വെച്ചാ അത് തന്നെ. ಒಳಗ್ ಬಂದ್ ಕೂತ್ಕೊಳ್ಳಿ, ಮಜ್ಜಿಗೆ ಕುಡಿಯೋಣ. എന്നാലേ പെരുവഴി കിടന്നാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണില്ല. അത്താഴ പട്ടിണിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടുന്നിട്ട് അതിന്റെ വീതം പറ്റുന്ന താനൊക്കെ മനുഷ്യനാണോ? തന്റെയും തിമ്മേന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. തന്റെ ജോലിയും കളഞ്ഞാൽ തന്നെ അഴിയെണ്ണിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും. നോക്കിക്കോ. ನಿಮಗೇನಾಯ್ತು? ತಲೆ ಸುತ್ತ? നടക്കടാ മണിക്കുട്ടി, നടക്കടാ. എവിടേക്കാ നീ? ആ വീട്ടിലല്ലേ ചൂളോടി കേൾക്കുന്നത്? ഓടെല്ലാം പൊട്ടിയതാണ്. അത് ശരി, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അല്ല, അത് ഞങ്ങള് കാക്ക എറിഞ്ഞതാ. അതിന് എന്റെ തലയിലാണ് കാക്കയിരിക്കണേ. അത് ഞങ്ങള് തല കണ്ടപ്പോ എന്റെ തലയിൽ ഒന്നുമില്ലെന്ന് കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല ശശന, അണ്ണനെ ആരെ ട്യൂൺ പഠിപ്പിച്ചത്? അതോ ഹരിപ്രസാദ് ചൗരസ്യ, കേട്ടിട്ടില്ലേ? വലിയ പുല്ലാങ്കുഴൽ വിദഗ്ധൻ. അദ്ദേഹം എന്റെ അച്ഛന്റെ വകയിൽ ഒരു അളിയനാ. എന്താ പഠിക്കണോ? നോക്കല്ലോ. ഇന്ന് നിന്റെ കാല് തല്ലി ഒടിച്ചിട്ട് ബാക്കി കാര്യം. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. ഞാൻ കാര്യമായിട്ട് എടുത്തു. അയ്യോ, എന്താ
ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം അത്. നേതാവ് ആ പാർത്തിന്റെ പെങ്ങള് രാധ. ആ കുഴമ്പ് എവിടെ ഇരിക്കണേ? ഞാൻ ചിലപ്പോ ലോൺ വാങ്ങിണ്ടാവും, ആ കാശിന് പശുവിനെ വാങ്ങിണ്ടാവും. അത് ഞാനെന്തിനാ തന്നോട് സമാനം പറയണേ? താനാണോ എനിക്ക് ലോൺ തന്നത്? സഹോദരൻ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള പണം തിരിച്ചടപ്പിക്കാനും ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ. തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. എഴുത്തറിയില്ലെങ്കിൽ വിഷമിക്കണ്ട, വെറുതെ ഷൂന്നൊന്ന് വരച്ചാൽ മതി. സമ്മതമല്ല, എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ. അയാളൊന്ന് പറയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കുള്ളത്. എന്താ? ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ. ആ, ചേട്ടാ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ? ആദ്യം പലിശയെങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്കുക. കുറെ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറിനെ ബാങ്കിൽ നിളവ് വാങ്ങിച്ചു തരും. സാറ് ഭയങ്കര വിശാല ഹൃദയനാ. ആ ഹൃദയത്തിൽ ഓട്ടയുണ്ടെങ്കിലേ വേഗം സ്ഥലം വിട്ടോ. തിമ്മയും മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത്. മുതലാളിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണോ? തന്നോടേ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ പണം തിരിച്ചടക്കാൻ എഴുതി ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകും. ഇത് രണ്ടും നടക്കില്ല. പശുവിനെ അഴിക്കുക, ഒന്ന് കാണട്ടെ. കാണാനൊന്നുമില്ലടോ. ശശി, പശുവിനെ അഴിച്ചേ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അത് തടയാൻ വന്നാലുണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കും ഞങ്ങള്. ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയണോ എനിക്ക്? അറിയാമോ തനിക്ക്? കഴിഞ്ഞ ഉഗാദി മാസം 16-ാം തീയതി ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ബർമുഡ ഹള്ളിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന 18 പേരെ ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു ഫീൽഡ് ഓഫീസറെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അത് ഈ നിൽക്കുന്ന സാറല്ല. പക്ഷെ അതേപോലത്തെ ഒരു സാഹചര്യം വന്ന എത്ര പേരെ വേണമെങ്കിലും സാരിച്ച് നിലംപരിശാക്കും. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരമല്ലേ വലുത് ചേട്ടാ. ഇതൊക്കെ എന്തിനാ ഇയാളോട് സംസാരിക്കുന്നത്? പശുവിനെ അഴിക്കണോ? ഞാൻ അയച്ചോട്ടെ. നിക്ക്, നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ല ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ. അതെ. അപ്പൊ ഈ കയറ് എനിക്ക് അടിച്ചെടുക്കാമല്ലോ. അതെന്റെ കാശ്. അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം വന്ന് ജപ്തി ചെയ്തോണ്ടോ അല്ലേ സാർ? അല്ലെങ്കിൽ കയറൊന്ന് ലോണായിട്ട് താ. എടോ, പശുവിനെ പിടിച്ചോണ്ട് പാടും. സാറല്ലേ ഓഫീസർ, സാറ് ജപ്തി ചെയ്തോണ്ട് പോ. ഞാൻ ജപ്തി ചെയ്തിരിക്കുന്നു. താൻ കൂട്ടിക്കൊണ്ടു പോവാ. വിളിക്കുമ്പോ കൂടെ വരാൻ എന്റെ ഭാര്യ ഒന്നുമല്ല സാർ. അത് ഇഡിയറ്റ്. ഇടി കിട്ടും സാർ. ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല, ഞാൻ കാണിച്ചു തരാം. കോഴിയാ ഇനി കൊണ്ടു. പശു, ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്ക്. ഓടല്ലേ പശു, പശു. പശു എന്തെങ്കിലും ഓടിക്കില്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്. രാധേജി എന്നാ ഫോട്ടോ പിടിച്ചാൽ പയ്യന്റെ പിന്നാലെ ഓടുന്നു. പയ്യന്റെ പിന്നാലെ ഓട്. നീ ഭ്രാന്താണോ? നീ വാ. നിന്നെ പിടിക്കാൻ പറ്റില്ലേ? ഞാൻ ആരാന്ന് വിചാരിച്ചു? അയ്യോ! പശു, പശു. പശു, പശു, പശു. അയ്യോ, ഛെ, ഇപ്രാവശ്യം ആളുടെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല. വാ. ശശി, ശശി, ഞാൻ എവിടെ ഉണ്ട് സാർ? തന്നെ ആരാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ആ സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടിരിക്കണ ആരാ? കുറച്ചു മുമ്പ് ആ രാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു. കൂടെ കൂട്ടുകാരികളും എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എത്രയായാലും ഞാൻ കല്യാണം കഴിക്കാത്തൊരു ബാച്ചലറല്ലേ, വീണുപോയി. എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു. വാതിന് പുറത്തു നിന്നും കുറ്റിയിട്ടപ്പോഴാ എന്നെ ട്രേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. റേപ്പ് ചെയ്യാനോ? അല്ല, ട്രേപ്പ് കൊടുക്കുക. ട്രാപ്പ്. ഓ, അങ്ങനെയും പറയാമോ? ട്രാപ്പ്. എന്നിട്ട് എന്തുണ്ടായേ? എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന് എന്നോട് ഫോട്ടോ ചോദിച്ചു. ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരസ്യം ഉണ്ടല്ലോ, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് എന്റെ നെഞ്ചത്ത് ഒറ്റ ഏറ്. ആ ഉടുകു എൻ നെഞ്ച് തകുണ്ടോ? അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവൂ. അല്ല സാറേ, അവർ ഈ ഫോട്ടോ ഫിലിം എന്നൊക്കെ പറയണുണ്ടായിരുന്നല്ലോ.
ഇനി സാർ അവരുടെ ഫോട്ടോ വല്ലതും എടുത്തിട്ടുണ്ടോ? അവരെങ്ങോട്ടാ പോയത്? അതും ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ട് എന്നെ ഈ പൂട്ടിയിട്ടിട്ട് എങ്ങടായി പോണെന്ന്. ആ. അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലുത്. എന്റെ മുഖത്ത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞ കണ്ടൂടെ? കണ്ടു. സ്ഥലത്തെ പ്രധാന കേടിയെ നേരിട്ട് കാണാനാ വന്നത്. എന്തിനാ വീട്ടിലൊന്ന് ശശി മുറി പൂട്ടിയിട്ടത്? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ വലിച്ചോരി അറിഞ്ഞത്? എന്തിനാ ഞങ്ങൾ കുളിക്കുമ്പോ വന്ന് ഫോട്ടോ എടുത്തത്? ഫോട്ടോയാ? ആ ഫോട്ടോ മുഖത്ത് കരുതേച്ച് വന്നാൽ ഞങ്ങൾക്ക് ആളെ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് ആ ഫോട്ടോ നെഗറ്റീവ് തിരിച്ചു തരുന്ന നല്ലത്. ഓ, ആ ഫോട്ടോ കുറെ നല്ല പോസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വേണോ? എന്നാലത് തരുന്നില്ല. വീട്ടിൽ കയറി ഒന്ന് തോന്നിയ ദിവസം കാണിക്കാൻ ധൈര്യം കാണിച്ചവരല്ലേ. ഇനി കന്നഡപ്രഭ, തരംഗ, പ്രജാവാണി, ഉദയ, മനോരമ, മാതൃഭൂമി, മംഗളം ഈ പുസ്തകങ്ങളുടെ ഒക്കെ കവർ പേജ് നോക്കിയാൽ മതി, കാണാം. ഞാൻ കുറെ പോസ്റ്റർ അടിച്ചങ്ങടെ ഇറങ്ങാൻ പോവാ നാട് മുഴുവൻ ഇങ്ങനെ ഒട്ടിക്കാൻ. പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലേ ഇത്രയും സാമർത്ഥ്യം മോനെ എറിയരുത്, കല്ലാണ് മോനെ. കൈവിട്ടാ പോയി. ഞങ്ങൾ കോമഡി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ലേ? കളിക്കരുത്, കൈവിട്ടാ പോയി. വെറുതെ നിൽക്കല്ലോ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ബുദ്ധിയില്ലാത്ത ചെക്കനാണത്. അയ്യോ, ശശി എന്താ സാർ? ഇവളെന്തിനാ അവരുടെ കൂടെ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞത് എഴുത്തും വായനയും അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോവാ, രേഖകൾ കാണിച്ചു തരാമെന്ന്. ഈ ഗ്രാമത്തിൽ കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരേ ഒരാള് രാധയാ. എന്റെ ഈശ്വര, എന്താ സാർ ഒരു പരിഭ്രമം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? തനിക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? എനിക്കും തോന്നിയില്ല, സാറിന് തോന്നിയോ? എനിക്കും തോന്നിയില്ല. തോന്നിയല്ല. അതെ, എല്ലാവരും അത് കടത്തിവിടണ്ട. രേഖ പരിശോധിക്കുന്ന ആളെ മാത്രം മതി. എന്താ? ഒന്നുമില്ല. ഇതെന്റെ പെങ്ങള് രാധ, പ്രീ ഡിഗ്രിയാ. പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുക. രേഖകള് ഇവള് പരിശോധിച്ച പോരെ? അല്ല, വേറെ ആരും വേണ്ട, കുട്ടി മതി. മതി. രേഖകൾ പരിശോധിക്കുന്നവർ മാത്രം അകത്ത് കയറിയാൽ മതി എന്നാ സാറ് പറഞ്ഞത്. ഇരിക്കൂ. ഇത് ലോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. ഇത് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്. ആ ഫോട്ടോസ് നെഗറ്റീവ് എവിടെ? ഏത് ഫോട്ടോസ്? പത്രത്തിൽ കൊടുക്കുന്ന പറഞ്ഞ ഫോട്ടോസ്. അത് തന്നില്ലെങ്കിൽ ഞാനിപ്പോ എല്ലാം നുണയാന്ന് പറയും. അയ്യോ, സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ദേഷ്യം വന്നപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. എങ്ങനെ വിശ്വസിക്കും? നാളെ തൃക്കണാമ്പിയിൽ വന്നാ തെളിവ് തരാം. വരാൻ അതിനല്ല അന്ന്. വാ വാ, ഇങ്ങോട്ട് വരാൻ. എന്താ? എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഗവൺമെന്റ് കൈക്കുണ്ടാക്കണ്ട. ഇങ്ങോട്ട് മാറിയെന്നെ. കഥ കടച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. വാ. കൊളായി, എല്ലാം കൊളായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധ ബാങ്കിൽ വന്ന് രേഖകളെല്ലാം പരിശോധിച്ചു. സത്യാവസ്ഥ മുഴുവനും നാട്ടുകാരെ അറിയിച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന ആ പാർത്തനും നാട്ടുകാരും കൂടി എന്നെ പച്ചയ്ക്ക് തൊലി വിളിക്കും. പിന്നെ എന്നെ കാണാൻ ഒരു ശൈലുണ്ടാവില്ല. നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാ. തിമ്മയിനെയും കൊണ്ടേ ഞാൻ വരൂ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോണത്. പറയാൻ സമയമില്ല. ഡോക്ടർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞേക്കണം. യോഗ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മകനെ
ಗಂಗೆ ನಿನ್ನ ನಂಗೆ ಮನಸೈತೆ ಕಣ್ತುಂಬ ನಿಂದೊಂದೆ ತುಂಬೈತೆ ನನ್ನ ಕಣ್ പുള്ളിയും കുത്തി ചെരുപ്പുമാല ഇടിച്ച് കഴുതപ്പുറത്ത് നടത്തുന്നു പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി. ഇതാണോ കാര്യം? താൻ വിഷമം എടുക്കണ്ട. അവൻ പറഞ്ഞതൊക്കെ ആ പ്രാർത്ഥന കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും. അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എനിക്ക് എന്താ കാര്യം? എന്റെ പോയ വഴി തിരിച്ചു കിട്ടുമോ? എടോ മണ്ട, പണി തിരിച്ചു കിട്ടാനാ പൈസ അടയ്ക്കാമെന്ന് തിന്മയും സമ്മതിച്ചത്. തൽക്കാലം പണം അടക്കിയല്ലാതെ തന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടാവില്ല? ഇല്ല. അപ്പൊ തിമ്മയ്യ ഞാൻ പോട്ടെ. തിമ്മയ്യ ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് പേടിയാവണു. ഒറ്റയ്ക്കല്ലേ താൻ ഇങ്ങോട്ട് വന്നത്? അപ്പോഴത്തെ ബേജാറിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മറന്നുപോയി. തിമ്മയിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പോത്തുകളുണ്ടല്ലോ. ഒരെണ്ണത്തിന് എന്റെ കൂടെ പറഞ്ഞയക്കി. ഒരു ധൈര്യത്തിനാടോ. ഞാൻ പോട്ടോ രമീശേ. ബന്നി ഗോമതി 2-3 കാപ്പിയിട്. കൂത്കൊള്ളി. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു. തന്നെയും ഭാര്യയും പാർത്താൻ ഇറക്കി വിട്ട വിവരം നിമ്മ എസ്രേനു പുട്ടണ്ണ. ഈ പുട്ടണ്ണ വന്ന് തിമ്മയ്യനോട് പറഞ്ഞപ്പോ തിമ്മയ്യൻ ഞെട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഉടനെ ആളെ വിട്ട് കളപ്പുര റെഡിയാക്കാൻ പറഞ്ഞു. ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു തരും. ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് തിമ്മയ്യ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചു തന്നെ. അതൊക്കെ പോട്ടെ. മുകുന്ദൻ സാറ് മധ്യസ്ഥം പറയാൻ വന്നിട്ട് എന്തായി? മുതലാളി, മുകുന്ദൻ സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ എന്നെ കൈവച്ചേനെ. ഇത് കർണാടക നാടകം. നിന്റെ ചെക്കൻ പോസ്റ്റുംകാല് പോലെ വളർന്നേ ഉള്ളൂ. അവൻ അങ്ങട് ചാടറ കുഞ്ഞിരാമ, ഇങ്ങട് ചാടറ കുഞ്ഞിരാമ, വെള്ളം കോരുന്ന് കാണിക്കട കുഞ്ഞിരാമ, കാവടിയാടുന്ന് കാണിക്കട കുഞ്ഞിരാമ. ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ? ആ കുറവനാ, മുകുന്ദൻ കുറവൻ. അയ്യാ എന്നടി? അയ്യ, പാലില്ലേ? പാലില്ല, കട്ടൻ കാപ്പി എടുക്കട്ടെ. ഗോമതി ആദ്യമായിട്ട് തരണതല്ലേ, വാങ്ങി കുടിക്കല്ലേ. ಏನು ಬೇಡ. கோமதி, ஊரு மணி இஷ்ட ஆயிட்டா? இந்த ஊரும் வீடு உனக்கு பிடிச்சாச்சான்னு முதலாளி கேக்குறேன். ரொம்ப പിടിച്ചാച്ച്. അതെ, എവിടുന്ന് പൊക്കി ഈ സാധനത്തിന്? അത് ഞാൻ മേട്ടുപാളയത്തിൽ ഓടുകൊണ്ട് പോയപ്പോ ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാ. പാവാ. അല്ല, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇനി മേട്ടുപാളയത്ത് മുമ്പ് എനിക്ക് ನಾವು ಬರ್ತೀನಿ. ನಿಮಗೂ ಏನು ಬೇಕಂದ್ರೆ ನಮ್ಮನೆ ಹತ್ರ ಕೇಳು. എന്താ ചരക്ക്? അയ്യോ, നേരം കുറയായി. ഞാൻ പോവാ. അണ്ണൻ അന്വേഷിക്കും. അല്ല, അതെ ഒന്ന് ഇന്ന് ഞാൻ എന്തൊരു മണ്ടരാണെന്ന് നോക്കി സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനത് എന്താ ഒരു മരോ ആരുല്ല. അയ്യടാ പറഞ്ഞു. വെയിറ്റ് ഇടണ്ട. ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെന്നാക്കാം. ആദ്യം അമ്മയുടെ കത്ത് വരട്ടെ. അതില് സമ്മതം അല്ലാന്നാണെങ്കിൽ ഇപ്പൊ തട്ടത് വേസ്റ്റ് ആവില്ലേ? അത് ഞാൻ സഹിച്ചു. കത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു. ഉമ്മക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ തന്നാ മതിയാ. അയ്യേ, എന്നിട്ട് എന്റെ സാറേ, പിന്നീട് ഉണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് മുഴുവനും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ. നിക്ക് തിമ്മയ്യ, ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് എന്നിട്ട് എന്റെ സാറേ, ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിൽ തുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ? അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ? അന്തോണി, നേരം ഇത്രയൊക്കെ ആയില്ലേ? ആ, നേരെ ഇത്രയാക്കിയത് നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാരെ എന്ത് പഠിച്ചു? ഞാൻ ബാക്കി കൂടി പറയാം. ഇനി ഭയങ്കര രസ. കാക്കു വരൂ. അന്തോണി വരൂ. ആ ഗ്ലാസ്സും ഉണ്ടാ? ഒരു സത്യം പറയാം, കർണാടകക്കാരെ ഞാൻ ഉമ്മ വയ്ക്കും. ഒരു കാര്യം പറയട്ടെ.